ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന പേപ്പറിലെ മൊഡ്യൂൾ 2 എ കോൺസ്റ്റബിൾ കോഴ്സാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒരു വ്യക്തിയുടെ സ്വന്തം വികാരങ്ങൾ സ്വന്തം വാക്കുകളിൽ പ്രകാശിപ്പിക്കാൻ പര്യാപ്തമാക്കുന്നതാണ് കവിത എന്ന് വിശ്വസിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഷീമസ് ഹീനി. സാങ്കേതിക മികവിനേക്കാൾ ഏതെങ്കിലും ഒരു വാക്ക്, പ്രതീകം, ഓർമ്മ എന്നിവയ്ക്കാണ് ഹീനി തൻ്റെ കവിതകളിൽ പ്രാധാന്യം നൽകിയത്. നികുതി പിരിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി ഹീനിയുടെ പിതാവിൻ്റെ കാർഷിക വരുമാനം കണക്കാക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ പുരയിടവും കൃഷിയിടവും സന്ദർശിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ രേഖപ്പെടുത്തുന്ന ഒരു പോലീസുകാരനെ കുറിച്ചാണ് ഈ കവിത. ഇതൊരു മെമ്മറി പോയമാണ്. തൻ്റെ ബാല്യകാലത്തിൽ ദൃക്സാക്ഷിയായ ഒരു സംഭവം ഓർമ്മച്ചെപ്പിൽ നിന്നും ചികഞ്ഞെടുത്ത് കവി വിവരിക്കുന്നു. ആ വിവരണത്തിൽ അന്നത്തെ സാമൂഹിക, ആധ്യാത്മിക, രാഷ്ട്രീയ സ്ഥിതികൾ ഒന്നൊന്നായി ചുരുളഴിയുന്നുണ്ട്. ഇനി പറയുന്നത് കവിയുടെ ചെറുപ്പകാലത്ത് കവി കുട്ടിയായിരുന്നപ്പോഴുള്ള കവിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം നമുക്കായി പങ്കുവെക്കുകയാണ് ഈ കവിതയിൽ. നികുതി പിരിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി കവിയുടെ പിതാവിൻ്റെ അടുത്തേക്ക് ഒരു കോൺസ്റ്റബിൾ അഥവാ ഒരു പോലീസുകാരൻ വരികയാണ്. എന്നാൽ കവി കുട്ടിയായിരുന്ന സമയത്ത് കവിക്ക് പോലീസുകാരെ ഭയങ്കര പേടിയായിരുന്നു. ആ സംഭവമാണ് ഈ കവിതയിലൂടെ നമ്മോട് പങ്കുവെക്കുന്നത്. ഒരു പോലീസുകാരൻ സൈക്കിളിൽ കവിയുടെ വീട്ടിലെത്തുന്നു. അയാൾ തൻ്റെ സൈക്കിൾ ജനലിനോട് ചേർന്നുള്ള ചുമരിൽ ചാരി വെക്കുന്നു. പോലീസുകാരൻ ചവിട്ടിക്കൊണ്ടുവന്ന സൈക്കിളിൻ്റെ ഓരോ ഭാഗവും കവി പ്രത്യേകം എടുത്തെടുത്തു പറയുന്നു. മഡ് ഗാർഡ്, ഹാൻഡി ബാർ, ഡൈനാമോ, പെഡൽ തുടങ്ങി ഓരോന്നിനെ പറ്റിയും കവി വർണ്ണിക്കുന്നു. പോലീസുകാരൻ തറയിൽ അഴിച്ചുവെച്ച തൊപ്പിയെക്കുറിച്ച് പോലും ബാലൻ വിശദമായി പ്രതിപാദിക്കുന്നു. സ്ഥിരമായി തൊപ്പി ഉപയോഗിക്കുന്നത് മൂലം പോലീസുകാരൻ്റെ തലയിലും തലമുടിയിലും കാണപ്പെട്ട പാടുകൾ പോലും കുട്ടി കൃത്യമായി ഓർമ്മിച്ചെടുത്തു. പോലീസുകാരൻ ഒരു വലിയ അക്കൗണ്ട് ബുക്ക് തുറന്നു വെച്ച് കവിയുടെ പിതാവിനോട് ഏതാനും കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. പിതാവ് പറയുന്ന കാര്യങ്ങൾ പോലീസുകാരൻ തൻ്റെ വലിയ ബുക്കിൽ കുറിച്ചെടുത്തു. അന്നേരം കുട്ടിയുടെ കണ്ണുകൾ പോലീസുകാരൻ്റെ അരയിൽ കിടക്കുന്ന റിവോൾവറിൽ ചെന്ന് പതിയുന്നു. പിതാവിൻ്റെ മൊഴിയിൽ എല്ലാ വിളകളുടെയും വിശദവിവരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസുകാരൻ ഉറപ്പുവരുത്തി. അതിനുശേഷം അയാൾ ബുക്ക് അടച്ചു വെച്ചു. തൻ്റെ ബെൽറ്റിനോട് ചേർത്ത് കെട്ടിവെച്ചു. തൊപ്പിയെടുത്ത് തലയിൽ വെക്കുന്നു. യാത്ര പറഞ്ഞ് അയാൾ പോകുന്നു. ഈ സംഭവമാണ് കവിയുടെ മനസ്സിലെ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ. ഈ കാര്യം നടക്കുമ്പോൾ കവി ചെറിയൊരു കുട്ടിയായിരുന്നു. കുട്ടി നേരിൽ കണ്ട കാര്യങ്ങൾ കുട്ടിയെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ഉരുളക്കിഴങ്ങ് വയലിൽ കൃഷി ചെയ്തിരുന്ന തർക്കാരി കിഴങ്ങിൻ്റെ വിളയുടെ വിശദവിവരങ്ങൾ പിതാവ് പോലീസുകാരനോട് പറയുന്നില്ലേ എന്ന് കുട്ടി ഭയത്തോടെ ഓർക്കുന്നു. ഈ കാര്യം എന്തെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടാൽ പിതാവിനെ ജയിലിൽ ഇടുമോ എന്ന് കുട്ടി പേടിക്കുന്നു. പോലീസുകാരൻ അയാളുടെ സൈക്കിളിൻ്റെ ടിക് ടിക് ശബ്ദത്തോടെ ചവിട്ടി അകന്നു പോകുന്നു. ഇത്രയുമാണ് ഷീമസ് ഹീനി എ കോൺസ്റ്റബിൾ കോഴ്സ് എന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽ വിവരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം കവിതയിലൂടെ പറയുകയാണ് കവി. കണക്കെടുപ്പിനായി ഒരു പോലീസുകാരൻ കവിയുടെ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കുട്ടിയായിരുന്ന കവി ഭയത്തോടെ അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും അദ്ദേഹത്തിൻ്റെ രൂപവും ഡ്രസ്സിങ്ങും എല്ലാം വളരെ നന്നായി തന്നെ വീക്ഷിക്കുകയാണ്. ഇത്രയുമാണ് കവിതയിൽ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.